ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഗ്ലോബൽ ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. G7 ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ്, അതുപോലെ തന്നെ ഇസ്രായേൽ, ഹിസ്ബുള്ള, അതേപോലെ ഇറാൻ, അമേരിക്ക. ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ ഇതിൽ നോക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നൊരു സമഗ്രമായിട്ടുള്ള ഒരു അപ്ഡേറ്റാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൽ G7 മീറ്റിങ്ങിൽ 22nd ഹാൻഡ് ഷേക്കാണ് മോദിയും ട്രംപും തമ്മിൽ നടത്തിയത്. അത് കഴിഞ്ഞിട്ട് പ്രൈം മിനിസ്റ്റർ മോദി UK പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാർമറിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കനേഡിയൻ പ്രൈം മിനിസ്റ്റർ മാർക്ക് കെർണിയോട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ നിർണായകമായിട്ടുള്ള പല ഗ്ലോബൽ ലീഡേഴ്സുമായിട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ട്രംപും മോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ച ഇന്ന് ബുധനാഴ്ച നടക്കും എന്നാണ് പറയുന്നത്. ഇതിനകത്ത് ഇന്ത്യയിൽ ഭയങ്കരമായിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ മോദിയും ട്രംപും ഏതാണ്ട് 16 മാസങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു കൂടിക്കാഴ്ച നടത്തുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയെ മാത്രം കോർണറൈസ് ചെയ്തുകൊണ്ടുള്ള ട്രംപിൻ്റെ പല പ്രസ്താവനകൾ, ഇന്ത്യക്കെതിരെയുള്ള പല അബ്യൂസീവായിട്ടുള്ള പദപ്രയോഗങ്ങൾ, ഇങ്ങനെ പല രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ് ട്രംപ് കഴിഞ്ഞ ഒരു 1.5 വർഷം കൊണ്ട് കാഴ്ചവെച്ചത്. ഇന്ത്യക്ക് മാത്രമായിട്ട് പ്യുനിറ്റീവ് താരിഫ്, റഷ്യയുമായിട്ട് മറ്റു പല രാജ്യങ്ങളും എണ്ണക്കച്ചവടവും അതെല്ലാം നടത്തിയിരുന്ന സമയത്തും ഇന്ത്യക്ക് മാത്രമായിട്ട് ഒരു പ്യുനിറ്റീവ് താരിഫ് അടിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല രീതിയിൽ ഇന്ത്യ ഉപദ്രവിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയത്. ലക്ഷ്യം വേറെ ഒന്നുമല്ല, ഇന്ത്യയുടെ മാർക്കറ്റ് കൈക്കലാക്കുക, ഇന്ത്യയെ അമേരിക്കയുടെ വരുതിക്ക് കൊണ്ടുവന്ന് നിർത്തുക എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യ അത്തരത്തിൽ ഒതുങ്ങുന്ന ഒരു രാജ്യമല്ല. ഇന്ത്യയുടെ പോളിസി അതല്ല. അത് പലതവണ ആവർത്തിച്ച് ഇന്ത്യ അമേരിക്കയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞ വിഷയമാണ്. അമേരിക്ക ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ഇന്ത്യ അമേരിക്കയുടെ ചൊൽപ്പടിക്ക് അമേരിക്കയുടെ പൂർണ്ണമായിട്ടുള്ള ഒരു അലൈ പാർട്ട്ണറായിട്ട് മാറണം. അതിന് ഇന്ത്യ തയ്യാറല്ല. ഇന്ത്യയെ പോലത്തെ ഒരു രാജ്യത്തിന് അത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. റഷ്യയെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റാത്തൊരു രാജ്യമാണ് ഇന്ത്യ. നമ്മളുടെ 90% ഓഫ് ഡിഫൻസ് എക്യുപ്മെൻറ്റും നമ്മൾ റഷ്യയുടെ കയ്യിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിരുന്നത് പണ്ട് മുതൽ. നിലവിൽ അത് ഒരു 65% കുറഞ്ഞിട്ടുണ്ട്. എന്നാലും റഷ്യയുടെ സ്വാധീനം ഇന്ത്യക്കുള്ളിൽ വളരെയധികമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഡിഫൻസ് മേഖലയും നമ്മളെ നാഷണൽ സെക്യൂരിറ്റി എല്ലാം തന്നെ നമ്മൾ എടുത്തെറിഞ്ഞിട്ട് പെട്ടെന്ന് അമേരിക്കയുടെ പിന്നിൽ പോകാൻ പറ്റത്തില്ല. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ കുറച്ച് ഇന്ത്യക്കാർ അമേരിക്കയിൽ പണിയെടുക്കുന്നുണ്ട്. ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള ആൾക്കാർ അമേരിക്കയിലുണ്ട്, IT മേഖലയുമായിട്ട് ബന്ധപ്പെട്ട്. അത് ഹൈ പെയ്ഡ് സാലറിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇറ്റ്സ് ഓക്കെ, ഫൈൻ. അതൊക്കെ കമ്പനികളുടെ ഡിമാൻഡാണ്. ഒരു കമ്പനിക്ക്, ഒരു എംപ്ലോയർക്ക് ഇന്ന സ്പെസിഫിക്കേഷനിൽ ഇന്ന സ്കിൽ സെറ്റിലുള്ള എംപ്ലോയിയെ വേണമെന്ന് പറഞ്ഞാൽ അവർ ചൂസ് ചെയ്യും. അങ്ങനെ സെലക്ട് ചെയ്യപ്പെട്ട് എംപ്ലോയ്മെൻറ്റിൽ എത്തിയ ആൾക്കാരാണ് ഈ ഇന്ത്യക്കാർ. പിന്നെ ഏറ്റവും കൂടുതൽ അമേരിക്ക ഉദ്ദേശിക്കുന്നത് അമേരിക്കയുടെ ആയുധങ്ങൾ മൊത്തം ഇന്ത്യ വാങ്ങിച്ചു കൂട്ടണം. അതുപോലെ അമേരിക്കയുടെ അഗ്രികൾച്ചർ മേഖലയ്ക്ക് ഇന്ത്യയുടെ മാർക്കറ്റ് തുറന്നു കൊടുക്കണം. ഇതൊക്കെ അമേരിക്കയുടെ നിർബന്ധങ്ങളാണ്. ഇതിനൊന്നും ഇന്ത്യ വഴങ്ങുന്നില്ല. ഇനിയിപ്പം ഇന്ത്യക്ക് മേളിൽ ഇങ്ങനെ നിരന്തരം പ്രഷർ ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇന്ത്യ വഴങ്ങുമോ എന്ന് ചോദിച്ചാൽ വഴങ്ങില്ല. ഇപ്പം നിലവിൽ നടക്കാൻ പോകുന്ന ട്രംപ് മോദി മീറ്റിംഗ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്കുള്ളിൽ മെയിൻ സ്ട്രീം മീഡിയ എല്ലാം തന്നെ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ, പല പ്രതീക്ഷകൾ, അവരുടെ തോന്നലുകൾ ഇതെല്ലാം തന്നെ വലിച്ചു വാരിയിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യ G7 സബ്മിറ്റിനാണ് പോയിരിക്കുന്നത്. അല്ലാതെ ട്രംപിനെ മീറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രാഥമികമായിട്ടുള്ളൊരു വിഷയമല്ല. രണ്ടാമത് G7 സബ്മിറ്റിൽ ചൊവ്വാഴ്ച ഉടനീളം ചർച്ച ചെയ്യപ്പെട്ടത് ഉക്രൈൻ്റെ ഇഷ്യൂസാണ്. ഫ്രാൻസ് ആയതുകൊണ്ട് തന്നെ ഫ്രാൻസ് ഏറ്റവും കൂടുതൽ ഉക്രൈൻ്റെ ഇഷ്യൂസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ചർച്ചയാണ് അവിടെ ലീഡ് ചെയ്തത്. തീർച്ചയായിട്ടും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും അമേരിക്കയും ചേർന്ന് ഇത്തവണത്തെ മീറ്റിങ്ങിൽ റഷ്യക്കെതിരെയുള്ള ഉപരോധങ്ങൾ ശക്തിപ്പെടുത്താനുള്ള തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം ലൈൻ കണക്കാക്കിക്കൊണ്ട് ഉക്രൈൻ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ റഷ്യക്കുള്ളിൽ നടത്തുകയും റഷ്യ അതിനെതിരെ അതിരൂക്ഷമായ നിലയിൽ റിറ്റാലിയേഷൻ നടത്തുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. യെസ്, ഉക്രൈൻ റഷ്യക്കുള്ളിൽ ചില ടാർഗറ്റീവായിട്ടുള്ള ഓയിൽ റിസർവ് കേന്ദ്രങ്ങളൊക്കെ അറ്റാക്ക് ചെയ്ത് തകർത്ത് കളയുന്നുണ്ട്. 40% ഇപ്പം ഇന്നൊക്കെ ക്രെംലിൻ എന്ന് പറഞ്ഞ സ്ഥലത്തിൽ നിന്നും കുറച്ച് മാറിയിട്ടാണ് ഒരു ഓയിൽ റിഫൈനറി ഇവിടെ പ്രവർത്തിക്കുന്നത്, ഒരു 50 കിലോമീറ്റർ റേഞ്ചിൽ. ആ റിഫൈനറിയിലാണ് ഇന്ന് അറ്റാക്ക് നടത്തിയത്. അപ്പോൾ അത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു യുദ്ധം ആളിക്കത്തിച്ച് അതിൻ്റെ പേരിൽ ചർച്ച കൊഴുപ്പിക്കാൻ വേണ്ടിയിട്ട് സെലൻസ്കി എടുക്കുന്ന ചില സ്ട്രാറ്റജിക് ഡിസിഷൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ അത് വിജയം കാണുന്നുണ്ട്. തീർച്ചയായിട്ടും സെലൻസ്കിയുടെ ടീമിലാണ് മെജോറിറ്റി രാജ്യങ്ങളെല്ലാം തന്നെ. അപ്പോൾ അതുകൊണ്ട് സെലൻസ്കി നടത്തുന്ന ആക്രമണം വളരെ മാന്യമായിട്ടുള്ള ആക്രമണവും
റഷ്യ നടത്തുന്ന ആക്രമണം തീവ്രവാദ ആക്രമണം എന്നുള്ള രീതിയിലാണ് വിലയിരുത്തപ്പെടുന്നത്. എനിവേ അത് എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഇത്തരത്തിൽ റഷ്യക്കെതിരെ സാങ്ഷൻസ് കൊണ്ടുവരാനാണ് ഇപ്പം ശക്തമായ രീതിയിൽ G7 തീരുമാനമെടുത്തിരിക്കുന്നത്. അതാണ് മെയിൻ അജണ്ട. ഇപ്പം ഇതിനകത്ത് സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് റാമഫോസ, അതുപോലെ തന്നെ ബ്രസീലിയൻ പ്രസിഡന്റ് ലുല ഡി സിൽവ, അതുപോലെ തന്നെ UAE ഭരണാധികാരി ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ, ഇങ്ങനെ വളരെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരെല്ലാം തന്നെ ഇന്നലത്തെ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. ഖത്തറിൻ്റെ അമീർ ഇരുന്ന് സംസാരിച്ചു. അപ്പോൾ അതിൽ അവരുടെ സപ്പോർട്ട് തരും, ഇറാനുമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാൻ ഏത് അറ്റം വരെയും ഞങ്ങൾ പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാഗ്ദാനങ്ങളൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഖത്തറിൻ്റെ അമീറിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും എനിക്ക് ഈ അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് അറിയാത്തതുപോലെ അഭിനയിക്കുകയാണെന്നുള്ളത് എനിക്കറിയത്തില്ല. ഖത്തർ അമേരിക്കയുടെ കോളേജുകളിൽ മാത്രം ഈ ഫ്രീ പാലസ്തീൻ ക്യാമ്പയിൻ നടത്താനും ഇസ്രായേലിനെതിരെയുള്ള പ്രൊപ്പഗണ്ട അടിച്ചിറക്കാനും ബ്രദർഹുഡിനെ അനുകൂലിച്ചുകൊണ്ടുള്ള പഠന രീതികൾ US കോളേജിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് 64 മില്യനാണ് US കോളേജിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതിലുപരിയായിട്ട് അമേരിക്കയുടെ എഡ്യൂക്കേഷൻ ബോർഡിലേക്ക് തന്നെ $6 ബില്യൺ ഖത്തർ മുടക്കിയിരിക്കുന്നത്. പല കാറ്റഗറിക്കൽ ഫണ്ടാണ് ഖത്തർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ബ്രദർഹുഡിൻ്റെ ആശയങ്ങൾ അവിടെ പടർത്താൻ വേണ്ടിയിട്ട് ഖത്തർ ചെയ്ത ഫണ്ടിങ്ങാണ്. ഇത് വളരെ ഓപ്പണായിട്ട് ഡോഡ്ജ് എന്ന് പറഞ്ഞ ട്രംപും എലോൺ മസ്കും കൂടി ഒരു പ്രൈവറ്റ് ഫേം സ്ഥാപിച്ചുകൊണ്ട് ഇതിനു മുമ്പ് ഭരിച്ചിരുന്ന സർക്കാരുകളുടെ അതേപോലെ US എയ്ഡിൻ്റെ ഫണ്ടിൻ്റെ ക്രമക്കേടുകളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഡേറ്റയൊക്കെ ശേഖരിച്ച സമയത്ത് ഈ വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ്. എന്നിട്ടും ഇപ്പം ഖത്തറിൻ്റെ കയ്യിൽ നിന്നും ലക്ഷറി എയർക്രാഫ്റ്റ് സ്വന്തമാക്കാനും അതുപോലെ തന്നെ വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റുകൾ സ്വീകരിക്കാനും തയ്യാറായ നിലയിലിരിക്കുന്ന ട്രംപിനെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. Qatar is going to be investing much more than $1 trillion in the United States. We have over 18. It's going to be 19.4 or so when it figures out. But we set a record. There's never been anything like it. No country in history has had that kind of investment. We'll be having almost 19.1, 19.2 $1 trillion invested in the United States. The record was 10 years ago from another country when it was hot. But we have the hottest country in the world right now. But Qatar's been a great investor. We really rekindled ourselves when I met with you last year, a year ago, probably 13, 14 months. That was a good trip. And it was May last May, I think. Yeah, I mean, yeah. That was a great trip, and we established. We've been friends for a long time. We've known each other for a long time. But Qatar is investing tremendous amounts of money in our country, and we appreciate that. പൂർണ്ണമായിട്ടും അതായത് ഖത്തർ, പാകിസ്ഥാൻ, തുർക്കി, സിറിയ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ബ്രദർഹുഡ് ലോബിയിലേക്ക് ചായ്വ് കാണിക്കുന്ന ഒരു ട്രംപിനെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ട്രംപിൻ്റെ അടുത്ത് G7 സബ്മിറ്റ് വെച്ചിട്ടൊരു ചോദ്യം, വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യം ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതായത് ഇസ്രായേൽ നിങ്ങൾ പറയുന്നത് പോലെ പ്രവർത്തിക്കുന്നതായിട്ട് നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നുള്ള ചോദ്യം. പ്രത്യേകിച്ച് അവർ ഹിസ്ബുള്ളയുടെ മേളിൽ നടത്തുന്ന ആക്രമണങ്ങളെക്കുറിച്ചുള്ള ചോദ്യം. ഹിസ്ബുള്ള ഒരു പ്രോക്സിയാണ്. അതിനെ ലെജിറ്റിമൈസ് ചെയ്തുകൊണ്ട് G7 വന്നിട്ട് ചോദ്യം ഉയർത്തുന്ന ഈ പത്രപ്രവർത്തകൻ ആരാണെന്ന് ആദ്യം മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ടേ ബാക്കി ഉത്തരം പറയാവൂ. പക്ഷേ ട്രംപിന് അമേരിക്കയുടെ ഉള്ളിൽ നീ ഈ മാധ്യമമല്ലേ, നീ ഇന്ന മാധ്യമമല്ലേ, നീ CNN അല്ലേ, നീ BBC അല്ലേ, നീ മാറി നിൽക്കൂ, നീ ഫേക്ക് മീഡിയ ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ട്രംപ്, ഫോക്സ് ന്യൂസിന് മാത്രം ഇൻ്റർവ്യൂ കൊടുക്കുന്ന ശൈലിയുള്ള ട്രംപ് G7 എത്തിയപ്പോൾ അയാൾക്ക് ലെഫ്റ്റിസ്റ്റ് മീഡിയ എന്നോ അല്ലെങ്കിൽ റൈറ്റ് മീഡിയ എന്നോ അല്ലെങ്കിൽ മിഡിൽ മീഡിയ എന്നോ ഒരു ചിന്തയില്ല. ഇസ്രായേലിൻ്റെ ആക്രമണങ്ങളെ അറിഞ്ഞോ അറിയാതെയോ ക്രിട്ടിസൈസ് ചെയ്യുന്ന തരത്തിലുള്ള മറുപടിയാണ് കൊടുത്തത്. പറഞ്ഞിരിക്കുന്നത് ഹെസ്ബുള്ളകൾക്കെതിരെ ഇസ്രായേൽ അറ്റാക്ക് നടത്തുന്നുണ്ട്, ഹെസ്ബുള്ള ഇല്ലാത്ത ഒരു ലെബനാനെ സൃഷ്ടിക്കണം എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ആഗ്രഹം, അത് ഒരു പരിധിവരെ നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് ട്രംപ് തന്നെ പറയുന്നുണ്ട്. ഇസ്രായേൽ അറ്റാക്ക് നടത്തുന്ന എല്ലാ ആൾക്കാരും ഹിസ്ബുള്ള മെമ്പേഴ്സ് ആണെന്നുള്ള അഭിപ്രായം എനിക്കില്ല എന്നും കൂടി ട്രംപ് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇസ്രായേൽ അവിടെ സിവിലിയൻസിനെ കൊലപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് പറയാതെ പറഞ്ഞു വെക്കാണ് ട്രംപ്. ഇത് ഇസ്രായേൽ നോട്ട് ചെയ്തിട്ടുണ്ട്, അത് വേറെ കാര്യം. Israel's fighting Hezbollah too long and too many people are being killed. And you don't have to knock down an apartment house every time you're looking for somebody, because there are a lot of people in those apartment houses, and they're not all Hezbollah, that I can tell you. And I suggested to Israel to let Syria take care of Hezbollah. Because to be honest with you, I think they do a better job of doing it. And I didn't like Syria. I didn't like where
2 hours before we're signing the agreement, that there was an attack in Lebanon, in Beirut. It wasn't like in the southern side, and it was in Beirut. I did not like that. I let them know that. അതിനുള്ള മറുപടി ഇസ്രായേൽ ഉടനെ തന്നെ കൊടുത്തിട്ടുമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതായത് ഇസ്രായേൽ സെക്കൻഡ് റൗണ്ട് അവിടെ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അഹമ്മദ് അൽ ഷാറയെ അങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ അവർ നോക്കിക്കോളും ഹിസ്ബുള്ളയുടെ കാര്യങ്ങൾ. കാരണം ഹിസ്ബുള്ളയും അവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് അറിയാവുന്ന വിഷയമാണ്. സോ സിറിയയെ വെച്ച് ഡീൽ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ്. അഹമ്മദ് അൽ ഷാറ വെരി ഗുഡ് ഗായ്, നൈസ് ഗായ്, എനിക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ തയ്യബ് എർദോഗനും നന്നായിട്ട് അറിയാം. സോ ഹി വിൽ ഫിനിഷ് ദ ജോബ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. I didn't like it, not at all. But I think that Syria, he's pulled that country together amazingly quickly. He's very capable. And he's been very good for me. He's protected everything that I've asked for, he's done. And if Israel can't do the job without killing everyone else, he'll do the job. Syria will do the job. ഈ ബെഞ്ചമിൻ നെതന്യാഹുവാണ് അത് സമ്മതിക്കാത്തത്. അതായത് നെതന്യാഹുവിനെ ഇപ്പം ഇസ്രായേലിനെതിരെ നടക്കുന്ന ആക്രമണങ്ങൾക്ക് വേണ്ടിയിട്ട് സിറിയയെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന്റെ ഭാഗത്തിലേക്ക് വരുന്ന ത്രെഡ് ചെറുത്ത് തോൽപ്പിക്കേണ്ടത് ഇസ്രായേലിന്റെ ചുമതലയാണ്. ഇസ്രായേൽ എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ സിറിയയിലെ അഹമ്മദ് അൽ ഷാറയ്ക്ക് ഇപ്പം ആയുധങ്ങളൊക്കെ കൊടുത്ത് നീ ഹിസ്ബുള്ളയെ അടിക്കുമെന്ന് പറഞ്ഞിട്ട് അവനെ വലിയ രീതിയിൽ പെരുപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ നാളെ ഗോലാൻ ഹൈറ്റ്സിന്റെ അവിടെ വന്നിട്ട് ഇസ്രായേലിനെതിരെ ഈ ISISന്റെ നേതൃത്വം വഹിക്കുന്ന ഈ അഹമ്മദ് അൽ ഷാറ തന്നെ വന്ന് നിൽക്കും. അവന് തക്കം കിട്ടുമ്പോൾ ഇസ്രായേലിനെതിരെ വരെ അവൻ തിരിച്ചടിക്കും. ട്രംപിന് തലയ്ക്ക് വെളിവില്ലാതെ പല കാര്യങ്ങളും വിളിച്ചു പറയും. പക്ഷേ ഇസ്രായേലിന് അങ്ങനെ തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രം അറിയാവുന്ന ആരും തന്നെ ഈ വിഷയം ഓക്കെ പറഞ്ഞ് മുന്നോട്ട് പോവില്ല. ഇസ്രായേലിൻ്റെ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമായിട്ടുള്ള തീരുമാനമാണ് എടുത്തത്. ഇസ്രായേലിൻ്റെ ഔദാര്യത്തിലാണ് അഹമ്മദ് അൽ ഷാറ സിറിയയിൽ കയറി ഭരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴും ആസാദ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നതിനെ. അപ്പോൾ അത്തരത്തിൽ ഇസ്രായേലിനെ ചെറുതാക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. എനിവേ ട്രംപിന് 80 വയസ്സായി. അപ്പോൾ പല കാര്യങ്ങളും മാറ്റിയും തിരിച്ചും മറിച്ചും തിരിച്ചൊക്കെ പറയും. അപ്പം ഇസ്രായേൽ എന്ത് മറുപടിയാണ് കൊടുത്തതെന്ന് പറഞ്ഞാൽ അങ്ങനെ ചൊവ്വാഴ്ച വീണ്ടും രാവിലെ ഹെസ്ബുള്ള ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ അയക്കുകയും അത് ഇന്റർസെപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ. അതിനെ തുടർന്ന് വൈകുന്നേരം ലെബനൻ്റെ ഉള്ളിൽ 4 കേന്ദ്രങ്ങൾ, ഹെസ്ബുള്ളയുടെ 4 കേന്ദ്രങ്ങൾ തകർത്ത് വെച്ചിട്ട് ആക്രമിച്ച് അടിച്ച് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ. നാല് പേര് കൊല്ലപ്പെട്ടു. ഇതിനെതിരെ ശക്തമായ രീതിയിൽ ഇറാൻ കൺടെംപ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് അതായത് ഇസ്രായേൽ ഇത്തരത്തിൽ തുടരുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഓൾറെഡി ഡിജിറ്റലി MOU സൈൻ ചെയ്ത് കഴിഞ്ഞു. ഞങ്ങളൊരു വാക്ക് പറഞ്ഞാൽ വാക്കാണ്. ഞങ്ങൾ സൈൻ ചെയ്ത സ്ഥിതിക്ക് പിന്നെ ഞങ്ങൾ പിന്മാറാൻ തയ്യാറല്ല. ഞങ്ങൾ എന്തായാലും ഹിസ്ബുള്ളയെ ഉപദേശിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇനി ഇതിന് വേണ്ടിയിട്ട് റിറ്റാലിയേറ്റ് ചെയ്യാൻ പോകണ്ട, നിങ്ങൾ സമാധാനമായിട്ടിരിക്കൂ. ഇസ്രായേലിൻ്റെ ടീമിനെ ലെബനനിൽ നിന്നും പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ മേളിൽ ഞങ്ങൾ സമ്മർദ്ദമിടാമെന്നുള്ള രീതിയിലുള്ള വാഗ്ദാനം ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറഗ്ചി ഹെസ്ബുള്ളയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വാക്കും കേട്ടുകൊണ്ട് ഹെസ്ബുള്ള മിണ്ടാതിരിക്കുവോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. ഇതാണ് നിലവിലെ സാഹചര്യം. ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു 500 സ്ക്വയർ കിലോമീറ്റർ സ്ഥലം ആ സറൗണ്ടിങ്ങിൽ സദൻ ലെബനാനിൽ 500+ സ്ക്വയർ കിലോമീറ്റർ സ്ഥലം, അത്രയും സ്ഥലത്ത് നിന്നും ഞങ്ങൾ പിന്മാറില്ല എന്നുള്ള നിലപാടെടുത്ത് ശക്തമായി IDFന്റെ ട്രൂപ്പിനെ സദൻ ലെബനാനിൽ വിന്യസിച്ചിരിക്കുകയാണ്. അതായത് 5 സെക്യൂരിറ്റി പോയിന്റുകൾ മാത്രമല്ല, 500+ സ്ക്വയർ കിലോമീറ്ററിലേക്ക് ഇസ്രായേൽ അവരുടെ അധിനിവേശം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് ഇസ്രായേലിൻ്റെ സംസാരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇസ്രായേലും അമേരിക്കയും ഈ വിഷയത്തിൽ ഇച്ചിരി തർക്കത്തിലാണ്. അങ്ങനെ ട്രംപ് പറഞ്ഞ ഉടനെ ഇവിടുന്ന് പിന്നോട്ട് പോകാൻ പറ്റില്ല, ഞങ്ങൾ അത്രമാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെന്ത് ഉറപ്പ് അമേരിക്കയ്ക്ക് കൊടുക്കാൻ കഴിയും? ഇനി ഹിസ്ബുള്ളയുടെ സൈഡിൽ നിന്നും ഒരു തരത്തിലുള്ള ആക്രമണങ്ങളും നോർത്തേൺ ഇസ്രായേലിൻ്റെ ഭാഗത്തേക്ക് വരില്ല എന്നുള്ളൊരു ഉറപ്പ് ട്രംപിന് കൊടുക്കാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിനുള്ള ഉത്തരം ട്രംപ് കൊടുത്തു കഴിഞ്ഞാൽ ഇസ്രായേൽ പിന്മാറും. ഓക്കെ, ഇനി അവരെ ആക്രമിക്കില്ല എന്ന് ട്രംപിന് പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അതത്ര എളുപ്പത്തിൽ പറയാൻ കഴിയുന്ന കാര്യമല്ല. ട്രംപിന് വേണമെങ്കിൽ വെറുതെ പറഞ്ഞുകൊണ്ട് പോവാം. ട്രംപ് ഇപ്പോൾ ഇറാനുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഡീൽ വരെ ഒരു ഫ്രജൈൽ ഡീലാണ്.
ഇതുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപിൻ്റെ ടീമിൽ തന്നെ ചേരിതിരിവ്. ട്രംപിൻ്റെ ടീമിലുള്ള ചേരിതിരിവ് എന്താണെന്ന് പറഞ്ഞാൽ മാർക്കോ റൂബിയോ, അതുപോലെ തന്നെ ജോൺ റെക്ലിഫ്. ഈ ജോൺ റെക്ലിഫ് എന്ന് പറയുന്നത് CIA-യുടെ നിലവിലെ അമേരിക്കയുടെ നാഷണൽ ഇൻ്റലിജൻസിൻ്റെ നിലവിലെ ചീഫ് ഇൻചാർജ്. കാരണം തുൾസി ഗബ്ബാർഡ് റിസൈൻ ചെയ്ത് പോയതിനെ തുടർന്ന് ജോൺ റെക്ലിഫാണ് ഇപ്പോൾ ആ പൊസിഷനിൽ ഉള്ളത്. അപ്പോൾ ഇൻ്റലിജൻസിൻ്റെ ഹെഡ്. ഈ 3 പേർക്കും വ്യത്യസ്തമായ അഭിപ്രായമാണ്. ഇതൊരു ഫ്രജൈൽ ഡീലാണ്. ഇറാൻ US ന്യൂക്ലിയർ ഡീൽ എന്ന് പറയുന്നത് അത് വളരെ വളരെ ഫ്രജൈൽ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഇറാൻ ഇതുവരെ ഈ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തരി പോലും അവർ കൺസെൻറ്റ് കൊടുത്തിട്ടില്ല. പക്ഷേ ട്രംപ് ഇപ്പോൾ പറയുന്ന വിഷയങ്ങൾക്കെല്ലാം അവർ ഓക്കെ പറയുന്നത് അവരുടെ ഡീപ്പായിട്ടുള്ള ഫൈനാൻഷ്യൽ ക്രൈസിസ് അത് മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രമാണ് അവരിപ്പോൾ ഓക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ നെഗോസിയേഷനിലെ എൻഡ് പോർഷനിൽ അവർ വീണ്ടും ടൈം ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യും. അവർ ടൈം ബൈ ചെയ്ത്, അവർ ടൈം പർച്ചേസ് ചെയ്ത് വീണ്ടും ഈ നെഗോസിയേഷൻ ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകും. അതിലൂടെ അവർ ഒരു റിലീഫാണ് ആഗ്രഹിക്കുന്നത്. ആ റിലീഫ് എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ റിലീഫ്. ടോട്ടൽ 24 ബില്യൻ്റെ ഫ്രോസൺ അസറ്റാണ് അവർ ലക്ഷ്യമിടുന്നത്. അതിൽ 12 ബില്യൺ അവർ എങ്ങനെയെങ്കിലും റിലീസ് ചെയ്ത് വാങ്ങിക്കും. എന്നിട്ട് അവർ ഈ ന്യൂക്ലിയർ പ്രോജക്റ്റുമായിട്ട് അവർ മുന്നോട്ട് പോകും. ഇതാണ് അമേരിക്കയുടെ ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട്. ഇത് മൊസാദിനും വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പം ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കുന്ന നിലപാടാണ് ഈ 3 ആൾക്കാരും, ട്രംപിൻ്റെ ചേരിയിലുള്ള ഈ 3 ആൾക്കാരും. അതായത് ജോൺ റെക്ലിഫ് CIA, അതുപോലെ തന്നെ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, അതുപോലെ തന്നെ അമേരിക്കയുടെ വാർ സെക്രട്ടറി പീറ്റർ ഹെഗ്സെത്ത്. ഇനി ഇപ്പം നിലവിലെ ഇറാനും അമേരിക്കയും തമ്മിൽ വെച്ചിരിക്കുന്ന ഒരു ഡീലുണ്ടല്ലോ, ആ ഡിജിറ്റൽ സൈൻ ചെയ്ത MOU, അതിനെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നത് മറ്റൊരു 3 പേരാണ്. അതൊന്ന് വൈസ് പ്രസിഡന്റ് JD വാൻസ്, രണ്ടാമത് സ്റ്റീവ് വിറ്റ്കോഫ്, മൂന്നാമത് ജെറദ് കുഷ്ണർ. ഇവർ 3 പേരുമാണ് ഈ നിലവിൽ അമേരിക്ക സൈൻ ചെയ്തിരിക്കുന്ന ഇറാൻ ഡീലിനെ അനുകൂലിച്ച് മുന്നോട്ട് പോകുന്നത്. മനസ്സിലായില്ലേ? ഇതാണ് 2 ചേരികൾ. ട്രംപിൻ്റെ ടീമിൻ്റെ ഉള്ളിൽ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസം പ്രകടമാണ്. ഇസ്രായേൽ ഇതെല്ലാം തന്നെ ജസ്റ്റ് റിലാക്സ് ആയിട്ടിരുന്ന് വാച്ച് ചെയ്യാണ്, മോണിറ്റർ ചെയ്യാണ്. കാരണം ട്രംപ് ചെയ്യുന്ന മിസ്റ്റേക്കാണ്. ട്രംപിന് ഫണ്ടമെൻ്റൽ ഐഡിയോളജിക്കൽ ആ ഒരു തോട്ട് പ്രോസസ്സ് എന്താണെന്നുള്ളത് അറിയില്ല. ട്രംപ് ജസ്റ്റ് ബ്ലൈൻഡായിട്ട് ഒരു 80 വയസ്സിൻ്റെ ആ ഒരു ജീവിതത്തിൻ്റെ ഒരു അവസാന കാലഘട്ടത്തിൻ്റെ ആ ഒരു പക്വതയിൽ ഇരുന്നുകൊണ്ട് ഇതിനെ നോക്കിക്കാണുകയാണ്. എന്തിന് ഞാൻ ഇനിയിപ്പോൾ പൊതുജനങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്, ഇല്ലെങ്കിൽ എന്തിന് ഞാനിപ്പോൾ ഇങ്ങനെ ഇറാനെ ഉപദ്രവിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചുകൊണ്ടാവാം ട്രംപ് ഇങ്ങനെയൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നത്. അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ലോബിയുടെ പുറകിൽ കിടന്ന് ഇഴയുന്ന ട്രംപിനെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ട്രംപിൻ്റെ ഡീൽ ഇത് വൈകാതെ പരാജയപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തും. ഇത് ഷോർട്ട് എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മാസം 6 മാസം, ഏറി വന്നാൽ ഒരു 1 ഇയർ, അതാണ് ഇതിനകത്ത് മാക്സിമം ഉള്ള ഒരു ലൈഫ് സ്പാൻ. അതിനുള്ളിൽ ഇറാൻ വീണ്ടും ഈ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ പ്രശ്നം ഉന്നയിക്കും. അതിലൂടെ ഈ ഡീല് തകർന്ന് തരിപ്പണമാവുകയും ചെയ്യും. രണ്ടാമത്തെ വിഷയം പറയാനുള്ളത് ഇസ്രായേലിനൊരു ലെസൺ കൂടിയാണ്. ഇസ്രായേൽ സെൽഫായിട്ട് അവരുടെ ഡിഫൻസ് മേഖല ശക്തിപ്പെടുത്താനും ആയുധ ഉൽപ്പാദനം അതിലേക്ക് അവർ നമ്പർ 1 ആയിട്ട് മാറാനുമുള്ള ശ്രമം അവർ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് നടക്കാൻ പോകുന്ന അമേരിക്ക ഇന്ത്യ ചർച്ച, ഇത് വളരെയധികം ഹൈപ്പായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇന്ത്യയിൽ. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഭയങ്കരമായിട്ട് മെച്ചപ്പെടുമോ എന്ന് വെച്ചാൽ മെച്ചപ്പെടത്തൊന്നുമില്ല. ഇന്ന് നടക്കാൻ പോകുന്ന ചർച്ച തന്നെ ഒരു ഫോർമാലിറ്റിയാണ്. ട്രംപിൻ്റെയും മോദിയുടെയും ബോഡി ലാംഗ്വേജ് ഒക്കെ നമ്മൾ ഇതിന് മുമ്പുള്ള ഇൻസൈറ്റ്സ് മലയാളം ഗ്ലോബലിൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. വീഡിയോ ഫുട്ടേജ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരു മെച്ചപ്പെട്ട ബോഡി ലാംഗ്വേജ് അല്ല. മാക്രോണെ ഹഗ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ G7 പങ്കെടുക്കാൻ വന്ന മറ്റുള്ള ഒരുപാട് ഗ്ലോബൽ ലീഡേഴ്സിനെ ഹഗ് ചെയ്തുകൊണ്ടുള്ള വളരെ ഊഷ്മളമായിട്ടുള്ള ഒരു വാം വെൽക്കം ഗ്രീറ്റിംഗ്സ് ഒക്കെയാണ് അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ട്രംപ് ജസ്റ്റ് മോദിയെ കണ്ട ഉടനെ തന്നെ ഫസ്റ്റ് മീറ്റിങ്ങിൽ ഹാൻഡ് ഷേക്ക് കൊടുക്കുന്ന സമയത്ത് എണ്ണീറ്റ് നിൽക്കുന്നുണ്ട്, ചെയറിൽ നിന്നും എണ്ണീക്കുന്നുണ്ട്, ഹാൻഡ് ഷേക്ക് കൊടുക്കുന്നുണ്ട്. പ്രാഥമികമായിട്ട് കൊടുക്കേണ്ട ഒരു ഫോർമാലിറ്റി മര്യാദ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിന് മുമ്പ് അവർ തമ്മിലുണ്ടായിരുന്ന ഒരു ഊഷ്മളമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. കാരണം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയെ വേണമെങ്കിൽ മാത്രമേ ഇന്ത്യക്കും നിന്നെ വേണ്ടൂ. ആരെ? ട്രംപിനെ. ഇന്ത്യയെ നിനക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ, ഇന്ത്യ അപമാനിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങളാണ് നീ പെരുമാറുന്നുണ്ടെങ്കിൽ, പിന്നെ ട്രംപ് എന്നല്ല ഏത് കൊല കൊമ്പൻ വന്നാലും നമ്മൾ അവന് മുട്ടുമടക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട്. ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് ലാംഗ്വേജ് വളരെ വളരെ പെർഫെക്റ്റ് ആണ്. അനാവശ്യമായിട്ട് ട്രംപിനെ പോയി ഹഗ് ചെയ്ത് ലോകത്തോട് വിളിച്ചു പറയേണ്ട ആവശ്യമൊന്നും ഇന്ത്യക്കില്ല. അന്നത്തെ ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ. ഇന്ന് അമേരിക്ക ഉണ്ടെങ്കിലേ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ള നിലയിലുള്ളൊരവസ്ഥയില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്.
ഇപ്പം നിലവിൽ ട്രംപ് ഇന്ത്യക്കെതിരെ ഒരുപക്ഷെ റഷ്യക്ക് സാങ്ഷൻ ഇട്ടുകൊണ്ട് ഇന്ത്യയിലേക്കുള്ള റഷ്യൻ എണ്ണ കുറയ്ക്കാനുള്ള ശ്രമം നടത്തും. ഇറ്റ്സ് ഓക്കെ, കുറച്ചോട്ടെ. ഇത്തവണ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഒരുമിച്ച് റഷ്യക്കെതിരെ ഒരു സാങ്ഷൻസ് കൊണ്ടുവരുന്നു എങ്കിൽ ഇന്ത്യക്ക് റഷ്യൻ എണ്ണയിൽ നിന്നും വിട്ടു നിൽക്കേണ്ടി വരും. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം നമ്മൾ യൂറോപ്യൻ യൂണിയനുമായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് പ്രോസസ്സിങ്ങിലിരിക്കുകയാണ്. UK അടുത്ത് നമ്മൾ ഓൾറെഡി ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അമേരിക്കയുമായിട്ട് ട്രേഡ് ഡീല് നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നമുക്ക് റഷ്യൻ എണ്ണ 40% നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം നമ്മൾ 42% ഗ്യാസ് നമ്മൾ അമേരിക്കയുടെ സൈഡിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. ഇനിയിപ്പോൾ അമേരിക്ക പുഷ് ചെയ്യുന്നത് വെനിസുല ഓയിൽ ഏറ്റവും കൂടുതൽ. ഈ 40% ഓയിൽ മാർക്കറ്റ്, ഇന്ത്യയുടെ ഓയിൽ മാർക്കറ്റ് വെനിസുല എണ്ണയെ കൊണ്ട് ഫില്ല് ചെയ്യിപ്പിക്കണം. അതും അമേരിക്കയുടെ എണ്ണ തന്നെ വരണം എന്നുള്ളതാണ് ട്രംപിൻ്റെ താല്പര്യം. ഇറ്റ് മീൻസ് 40% അമേരിക്കയുടെ എണ്ണയും 40% അമേരിക്കയുടെ ഗ്യാസും ഇന്ത്യയിലേക്ക് വരണം. അതാണ് ട്രംപ് ആഗ്രഹിക്കുന്നത്. ഈ കച്ചവടക്കാരൻ്റെ കൗശല ബുദ്ധിയൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. നമ്മളും വെറുതെ അല്ല ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട വിഷയം, ഇപ്പം ഈ ഗ്യാസിന് വേണ്ടി മാത്രം നമ്മളിപ്പം റുപ്പി എക്സ്ചേഞ്ച് ചെയ്ത് ഡോളറിൽ പേയ്മെൻറ്റ് നടത്തിയാൽ പോരാ. ഇനി അമേരിക്ക മുന്നോട്ട് വെക്കുന്ന എണ്ണ, ഈ 40% റഷ്യൻ ഓയിലും കൂടി നമ്മൾ കളം മാറ്റി പിടിച്ച് അമേരിക്കയുടെ അടുത്ത് വാങ്ങിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടി നമ്മൾ ഇനിയിപ്പോൾ റുപ്പി ഡോളറായിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് അവന് പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതുകൊണ്ട് ഇന്ത്യൻ കറൻസി ഇനിയും ഒരു 100 110 അങ്ങ് പോകണം. അതാണ് ട്രംപ് ആഗ്രഹിക്കുന്നത്. പലരും വിചാരിക്കുന്നത് അമേരിക്ക എടുത്ത് പോയി നമ്മൾ സറണ്ടർ ആവണം, നമ്മൾ മോഹം കുത്തി വീഴണം, നമ്മൾ അമേരിക്ക എടുത്ത് കച്ചവടം ചെയ്യണം. അതൊന്നും എക്കോണമിയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിലയിരുത്തലില്ലാണ്ട് അമേരിക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ആൾക്കാർ പറയുന്ന വിഷയങ്ങളാണ്. നമുക്കങ്ങനെ കണ്ണും പൂട്ടി അമേരിക്കയുടെ മുന്നിൽ പോയിട്ട് വീഴാൻ പറ്റുന്നൊരു സാഹചര്യമല്ല ഉള്ളത്. നമ്മൾ എത്രത്തോളം, അതായത് ഇന്ത്യ ഈ 2 വിഷയങ്ങളും, ഓയിലും ഗ്യാസും, അതും 42% ഗ്യാസ് 40% ഓയിൽ, ഇത് രണ്ടും അമേരിക്കയുടെ പക്കൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഗ്ലോബലി US ഡോളറിന്റെ ഡിമാൻഡ് വർദ്ധിക്കും. US ഡോളറിന്റെ ഡിമാൻഡ് വർദ്ധിക്കാൻ ഇന്ത്യയെ കൊണ്ട് അമേരിക്കയ്ക്ക് എന്താണ് ആവശ്യം? ഡോളറിന്റെ മൂല്യം പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട്, അതിന്റെ വാല്യൂ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് 40% ഇപ്പോൾ നമ്മൾ റഷ്യ എടുത്ത് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആ ഓയിൽ പർച്ചേസും പ്ലസ് 42% ഇപ്പം നമ്മൾ ഓൾറെഡി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഗ്യാസ് അമേരിക്കയുടെ സൈഡിൽ നിന്നും, ഇതും കൂടി നമ്മൾ അമേരിക്കയിൽ നിന്ന് പർച്ചേസ് ചെയ്യണം. അപ്പോൾ എന്തുമാത്രം നഷ്ടമാണ്, നമ്മളുടെ കറൻസി എത്രമാത്രം വീക്കാവും, ഇതിനെക്കുറിച്ചൊക്കെ RBIക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അമേരിക്കയുടെ അടുത്ത് മനഃപൂർവ്വം നമ്മൾ ട്രംപിൻ്റെ അടുത്ത് മത്സരിച്ചിട്ടല്ല നമ്മൾ അമേരിക്കയുടെ അടുത്ത് പോകാതിരിക്കുന്നത്. നമുക്ക് നഷ്ടമാണ് അങ്ങോട്ട് പോകുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ഇൻഷുറൻസ് കോസ്റ്റ്, ട്രാവൽ ടൈം, ഇതെല്ലാം വളരെ വലുതാണ്, ഇതെല്ലാം വളരെ കൂടുതലാണ്. ഇനി ട്രംപിന് ഇന്ത്യയുടെ മാർക്കറ്റ് ഇന്ത്യ തുറന്നു കൊടുക്കില്ല. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഇതാണ്. അമേരിക്കയിൽ നിന്നും ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതോടുകൂടി വലിയ രീതിയിൽ ട്രേഡ് ഡെഫിസിറ്റ്, ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ട്രേഡ് ഡെഫിസിറ്റ് നികത്താൻ പറ്റും. പക്ഷേ അതേസമയം നമുക്ക് മറ്റൊരു സൈഡിൽ ടാരിഫ് നെഗോസിയേഷൻ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിലൊരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ ഇതൊരു സൈഡിൽ നമ്മൾ മാറ്റി നിർത്തുക. എന്നിട്ട് നമ്മൾ നോക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ, ഇനി ഇപ്പം ട്രംപ് വെള്ളിയാഴ്ച ഈ ഇറാൻ ഡീൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യക്കത് ഗുണകരമാകുന്ന കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഇറാൻ യുദ്ധം നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല ട്രംപിനെ കൊണ്ട്. ഒന്നാമത്തെ കാര്യം, ഇന്ത്യക്ക് ഓയിൽ പർച്ചേസ് ചെയ്യാൻ മറ്റ് സോഴ്സുകളായി. UAE ആയി, സൗദി അറേബ്യ ആയി, മിഡിൽ ഈസ്റ്റിൽ കിടക്കുന്ന മറ്റു പല രാജ്യങ്ങളുമായി. ഇനി സ്ലോലി ഇറാൻ്റെ ഇപ്പം കെഷം ഐലൻഡ് ഓയിൽ എക്സ്പോർട്ട് ചെയ്യാൻ, ഫ്രൈഡേ മുതൽ ഓയിൽ എക്സ്പോർട്ട് ചെയ്യാൻ തയ്യാറാണെന്ന് ഇപ്പം ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കാർഗ് ഐലൻഡ്, അവിടെയും എണ്ണ കയറ്റുമതി ചെയ്യാൻ തയ്യാറായിട്ടുള്ള നിലയിലാണ് ഇറാൻ ഇരിക്കുന്നത് എന്നാണ് അബ്ബാസ് അരക്ചി ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് മീൻസ് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഓപ്പൺ ആകുന്നതിലൂടെ ഇറാൻ്റെ എണ്ണ വിൽപ്പന തുടങ്ങും. സാങ്ഷൻസ് എലിവേറ്റ് ആവുന്നതോടുകൂടി നമുക്ക് ഇറാൻ്റെ സൈഡിൽ നിന്നും എണ്ണ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ റഷ്യയുടെ മാർക്കറ്റ് നമ്മൾ വിട്ടുപിടിക്കുന്നെങ്കിൽ നമ്മൾ നേരെ മിഡിൽ ഈസ്റ്റിലേക്കായിരിക്കും വരുന്നത്. നമ്മൾ ഒരിക്കലും അമേരിക്കയുടെ സൈഡിലേക്ക് പോകില്ല. പക്ഷേ അമേരിക്കയെ പെർമനൻ്റ് ആയിട്ട് നമ്മൾ ആശ്രയിക്കാൻ പോകുന്നില്ല. നമ്മൾ മിഡിൽ ഈസ്റ്റിൽ നിന്നായിരിക്കും എണ്ണ വാങ്ങിക്കുന്നത്. അവിടെ അമേരിക്കയ്ക്ക് ഒരു രീതിയിലുള്ള സാങ്ഷൻസും കൊണ്ടുവരാൻ കഴിയില്ല. നമ്മളിങ്ങനെയായിരിക്കും മുന്നോട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അമേരിക്കയുടെ അടുത്ത് പോയിട്ട് അടിയറവ് പറഞ്ഞുകൊണ്ട് നിങ്ങളാണ് എല്ലാം, നിങ്ങൾ വന്നാലേ നടക്കൂ എന്നുള്ള രീതിയിൽ പാകിസ്ഥാനെ പോലെ പോകുന്ന രാജ്യമല്ല ഇന്ത്യ. നമുക്ക് ചില കണക്കുകൂട്ടലുകളുണ്ട്. ആ കണക്കുകൂട്ടലുകൾ എന്ന് പറഞ്ഞാൽ, റുപ്പിയുടെ വാല്യൂ കൂടുതൽ താഴോട്ട് പോവാത്ത രീതിയിൽ എന്ത് ട്രാൻസാക്ഷൻ ആണോ ചെയ്യാൻ പറ്റുക, അതിനായിരിക്കും ഇന്ത്യ ശ്രമിക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ വിശദമായിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് എക്കണോമിക് അനാലിസിസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലോക വാർത്തയാണ് നമ്മൾ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.